കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. കാരണം നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലിക്കൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് അവിടെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അവിടെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, എൻ്റെ ചാനൽ തടിയസ് വ്ലോഗ് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല. പക്ഷേ ചാനൽ സബ്സ്ക്രൈബായി, വാച്ചവേഴ്സൊക്കെ ആയി. അതിനുശേഷം എൻ്റെ ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ കൊടുത്ത് അത് ആക്ടിവേറ്റായി. കുറച്ച് ദിവസത്തിന് ശേഷം നമുക്കതിനകത്ത് റവന്യൂ ഒക്കെ ജനറേറ്റ് ആയി തുടങ്ങിയതാണ്. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ വീഡിയോയുടെ മോണിറ്റൈസേഷന് ക്യാൻസലായി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കടമ്പയാണ്. അത് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന വ്യക്തികൾക്കറിയാം. ചിലവർക്കത് സിമ്പിളായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും കണ്ടൻറ്റ് അനുസരിച്ച് അത് ചെറുതവർക്ക് വലുതായിട്ടും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരുത്തർക്ക് ഓരോ ടൈപ്പിലുള്ള ടാലൻ്റാണ്. അവരുടെ ടാലൻറ്റിനെ ബേസ് ചെയ്തിരിക്കും അവർക്ക് കിട്ടുന്ന ആ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യും, അവർക്ക് എങ്ങനെ യൂട്ടിലൈസ് ആവും, അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ പെർഫോം ചെയ്ത് അവർക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നൊക്കെ. അപ്പോൾ നമുക്ക് ആരോടും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഫാമിലി വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനാണ് തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങളിപ്പം വേറെ സ്ഥലത്ത് ജോലിയായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വീഡിയോ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ വീട്ടിൽ ചെന്ന് അമ്മയുടെയൊക്കെ കൂട്ടത്തിലാകുമ്പോൾ, ഫാമിലിയുമായിട്ടൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ വേറെ സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോയി. ആ സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് മിസ്റ്റേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ വിചാരിച്ചു നമുക്ക് നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, നല്ല ഇൻകം ജനറേറ്റ് ആകാൻ പറ്റും. അപ്പം ഷോർട്ട് കട്ടാണ് നമ്മൾ പിടിച്ചത്. ഷോർട്ട് കട്ട് ചെയ്യല്ലേ എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ എല്ലാവരും പഠിക്കത്തുള്ളൂ. ഓരോ അനുഭവം ഓരോരുത്തർക്ക് ഓരോ പാഠമല്ലേ. അതുപോലെ ഞാൻ ചെയ്ത ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് കാരണം എൻ്റെ മോണിറ്റൈസേഷൻ പോയി. പിന്നെ എനിക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടി. ആ സമയത്തേക്ക് തന്നെ വീഡിയോസ് റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ ജെനുവനായിട്ടുള്ള റീസണൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് ചെയ്യാമെന്നൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്താൽ, ഞാൻ കുറേ മെയിലൊക്കെ ചെയ്ത് റിപ്ലൈ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട്. അവരുടെ സൈഡിൽ നിന്നൊക്കെ ഒക്കെ ചാനലിനെ പിന്നീട് റിവ്യൂ ചെയ്യിച്ചു. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നേന്ന് വീഡിയോസ് എന്തൊക്കെ ചെയ്തിട്ടുള്ള അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി അതിൻ്റെ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു വട്ടമൊക്കെ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൈൻഡൊക്കെ അങ്ങ് മൈൻഡ് ഔട്ടാവും. പക്ഷേ എനിക്ക് എന്നാലും ഇൻട്രസ്റ്റ് ഉണ്ട് അത് പിന്നെയും ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണെങ്കിൽ, ഞാനാണെങ്കിൽ നമ്മുടെ ഈ ചാനലിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് കോമൺ അട്രിബ്യൂഷൻ സംതിങ് എന്തോ ആണ്, ഞാൻ ഓർക്കുന്നില്ല. അത് കോമൺ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാം, വലിയ ലെജൻഡ് ആൾക്കാരുടെയൊക്കെ. അപ്പോൾ അതിലൂടെ അവർക്ക് ഒത്തിരി വ്യൂസ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓപ്പൺസ് ആയിട്ടൊന്നും വന്നില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാമെന്നുള്ളൊരു ചെറിയ അറിവുകൾ കിട്ടി. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടു. ആദ്യമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. റവന്യൂ അതിൽ നിന്നും ജനറേറ്റ് ആവുന്നുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് സ്മൂത്തായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വളരെ ഹാപ്പി. ഓക്കെ, നമുക്ക് ഷോർട്ട് കട്ടിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വലിയ പരിപാടിക്കൊന്നും പോകുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, റീയൂസ്ഡ് കണ്ടൻറ്റ് പോളിസിനെ കുറിച്ച് അത്ര വിശദമായിട്ടൊന്നും പഠിക്കാതെ ഞാനതിനെ എന്ത് ചെയ്ത് റീയൂസ്ഡ് കണ്ടൻറ്റുകൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാം. നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന കമൻറ്റ്, വോയിസ് എഡിറ്റിങ്, പിന്നെ കമൻസിനെ കുറിച്ചും അതിൻ്റെ അകത്ത് സബ് ടൈറ്റിൽസ്, കുറേ ക്രൈറ്റീരിയൽസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. എത്രയോ ചാനൽ ആൾക്കാരുണ്ട്. എനിക്ക് പറ്റിയതെന്ന് പറയുന്നത് എൻ്റെ അബദ്ധമാണ്. മറ്റുള്ളവർക്ക് അവർക്ക് ടാലൻറ്റ് കൊണ്ട്, ഞാൻ ആദ്യമേ അവർ പറഞ്ഞ ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് അവരുടെ അറിവ്, ടാലൻറ്റ്, അത് വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാതെ മോണിറ്റൈസേഷനൊക്കെ ആയ ശേഷം നമുക്ക് നമ്മുടെ റവന്യൂ ഒക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് ജനറേറ്റ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ചതിന് ശേഷമേ അത് ചെയ്യാവൂ. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്തതിൻ്റെ പേരിലാണ് എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ മിസ്സായത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് ആ പ്രോപ്പർ വേയിലേ ചെയ്യാവും. ഇല്ലെങ്കിൽ നമുക്ക് ചാനൽ മിസ്സാവും. ഓരോരുത്തർക്കറിയാം, ഓരോ പാഷനേറ്റായിട്ട് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ മിസ്സാകുമ്പോൾ അവർക്കുള്ള വിഷമങ്ങൾ.
അപ്പോൾ എൻ്റെ ചെറിയൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. പിന്നെ ബാക്കി എനിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഇതിനകത്ത് പറയാനുണ്ട്. അപ്പോൾ ഞാൻ വേറെ പാർട്ടായിട്ട് വീഡിയോകൾ ചെയ്യാം. ഒത്തിരി സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതുപോലത്തെ കുറേ എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോസും കുറേ നോളജുകളൊക്കെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്താണ് കാര്യം മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനി ഓരോരുത്തർ ചെയ്യാതിരിക്കട്ടെ. അവർക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് പറ്റിയ പ്രോബ്ലംസ് ഞാൻ ഷെയർ ചെയ്തതാണ്. ഓക്കെ ഗൈസ്, പിന്നീട് കാണാം. അപ്പം ഈ ഒരു പോളിസിനെ കുറിച്ച് നല്ലപോലെ പഠിച്ചതിന് ശേഷമേ നമ്മൾ വേറൊരാളുടെ കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്വന്തം കണ്ടൻറ്റ് യൂസ് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവൂ എന്നുള്ള എൻ്റെ അഡ്വൈസ്. കുറേ നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വീഡിയോസ് ചെയ്യുക, അതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ.